നമ്മളിവിടെ നോക്കാൻ പോകുന്നത് LCM കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഭിന്നസംഖ്യകളുടെ LCM ആണ് കണ്ടുപിടിക്കുന്നത്. ഭിന്നസംഖ്യയുടെ LCM കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. അതായത് അംശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ 2, 3, 1. 2, 3, 1ന്റെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ എന്ന് പറയുമ്പോൾ 5, 10, 7. 5, 10, 7ന്റെ HCF. അപ്പോൾ LCM ഓഫ് 2, 3, 1 എന്ന് പറയുമ്പോൾ അതിൽ കോമൺ ഫാക്ടർ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കുക 2 × 3 അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ പിന്നെ HCF ഓഫ് 5, 10, 7 എന്ന് പറയുമ്പോൾ അതിൽ 3 പോകുന്ന കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ HCF എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 1 ആയിരിക്കും വരിക. അപ്പോൾ LCM ഓഫ് 2, 3, 1 എന്ന് പറയുന്നത് 6ഉം HCF ഓഫ് 5, 10, 7 എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ വരിക എത്രയാണ്? 6 ഇവിടെ ആൻസർ വരിക. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഭിന്നസംഖ്യകളുടെ ഊസാക എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന്, അതായത് HCF എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഭിന്നസംഖ്യകളുടെ ഊസാക കണ്ടുപിടിക്കാനും ഇതേപോലെ ഒരു ഫോർമുല ഉണ്ട്. ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ അംശങ്ങളുടെ HCF ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM ആണ്. അപ്പോൾ നമ്മളിവിടെ ഭിന്നസംഖ്യയുടെ LCM കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ LCM ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും അംശങ്ങളുടെ LCM ആയിരിക്കും. എന്താണോ കണ്ടുപിടിക്കേണ്ടത്, എന്താണോ കണ്ടുപിടിക്കുന്നത് അതായിരിക്കും മുകളിൽ വരിക. LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മുകളിൽ എന്താ വരിക? LCM ആണ് വരിക. HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മുകളിൽ എന്താ വരിക? HCF വരിക. അങ്ങനെ വരുമ്പോൾ ഇതിൽ അംശങ്ങളുടെ HCF എന്ന് പറഞ്ഞാൽ 4ലും 5ലും കോമൺ ആയിട്ട് വല്ല നമ്പർ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അംശങ്ങളുടെ HCF എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ ഛേദങ്ങളുടെ LCM എന്ന് പറയുന്നത് 5, 7 ആണ്. അതിലും വല്ലതും പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 5 × 7 എത്രയാണ്? 35. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1/35 ആണ്. അപ്പോൾ ഭിന്നസംഖ്യകളുടെ ലാസാഗു കണ്ടുപിടിക്കാനും ഭിന്നസംഖ്യകളുടെ ഊസാഗു കണ്ടുപിടിക്കാനും ഫോർമുലാസ് ഉണ്ട്. ഭിന്നസംഖ്യകളുടെ ലാസാഗു കണ്ടുപിടിക്കാൻ അംശങ്ങളുടെ ലാസാഗു ഏതാണ് ചോദിച്ചിട്ടുള്ളത് അതാണ് അംശങ്ങളുടെ വരിക. അപ്പോൾ അംശങ്ങളുടെ ലാസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഊസാഗു. ഭിന്നസംഖ്യകളുടെ ഊസാഗയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അംശസംഖ്യകളുടെ ഊസാഗ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലാസാഗു. ഓക്കെ. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കുന്നത് അതാണ് മുകളിൽ വരിക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും.